സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റു എഴുതിയ നോവൽ സാന്ത്വനം. അവതരണം സിന്ധു അശോക്. അകത്തുനിന്നും ബോൾട്ടിടാതെയാണോ സോണിയ ഉറങ്ങാൻ കിടന്നതെന്ന് വിസ്മയിച്ചുകൊണ്ട് അവർ അകത്തു കടന്നു. ബെഡിൽ സോണിയയെ കണ്ടില്ല. മുറിയിലെങ്ങുമില്ല. ടോയ്ലറ്റിൽ നോക്കി. അതിൻ്റെ എല്ലാം വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. റേച്ചലിന് ലേശം പരിഭ്രമം തോന്നി. മുറിയിലെല്ലാം ചിട്ടയൊപ്പിച്ച് തന്നെ കാണപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവർക്ക് ദുശങ്ക തോന്നി. സോണിയ! റേച്ചൽ ഉറക്കെ വിളിച്ചു. സോണിയ! അവർ വരാന്തയിൽ ചെന്ന് നോക്കി. മുറ്റത്തിന് ചുറ്റും നടന്നു വിളിച്ചു. പൂന്തോട്ടത്തിൽ നോക്കി. സോണിയയ്ക്ക് അങ്ങനെയൊരു പതിവുള്ളതാണ്. ചിലപ്പോൾ രാവിലെ പൂന്തോട്ടത്തിൽ ചെന്ന് മഞ്ഞുതുള്ളികൾ ഓരോ ഇതളിലും നിറഞ്ഞ് 2 or 3 പനിനീർപ്പൂക്കൾ ഇറുത്തുകൊണ്ടുവരും. എന്നാൽ ഇത്തവണ സോണിയ പൂന്തോട്ടത്തിലുമില്ലായിരുന്നു. റേച്ചൽ ഓരോ മുറിയിലും കയറി ഇറങ്ങി സോണിയയെ വിളിച്ചു. അവർക്ക് ആദിയും ഭീതിയും വർദ്ധിച്ചു. സോണിയ! സ്റ്റീഫൻസൺ പൈപ്പ് നിറച്ചുകൊണ്ട് റേച്ചലിന്റെ അടുത്തെത്തി. എന്തുപറ്റി? നമ്മുടെ മോളെ കാണുന്നില്ല. അവൾ ഇവിടെയുണ്ടാവും. ഞാൻ എല്ലായിടവും നോക്കി. കാണുന്നില്ല. അവൾ എവിടെ പോകാനാണ്? നീ എന്താ ഈ പറയുന്നത്? സോണിയ ഈ വീട്ടിലില്ല. എന്തോ കുഴപ്പമുണ്ട്. റേച്ചൽ ഇപ്പോൾ കരയുമെന്ന് തോന്നി. സ്റ്റീഫൻസണിന്റെ നെറ്റി ചുളിഞ്ഞു. റേച്ചലിന്റെ വിവരണമായ മുഖവും പരിഭ്രമവും കണ്ടപ്പോൾ സംഗതി ഗൗരവമാണെന്ന് തോന്നി. അയാൾ റേച്ചലിനോടൊപ്പം വീടിനുൾത്തളങ്ങളിലും പരിസരങ്ങളിലും ചുറ്റി നടന്ന് സോണിയെ തിരഞ്ഞു. ശാന്തിയെ വിളിച്ചു ചോദിച്ചപ്പോൾ കണ്ടില്ല എന്നായിരുന്നു മറുപടി. സോണിയയ്ക്ക് ബെറ്റി കൊടുക്കുന്ന പതിവില്ല. ഉണർന്ന് പല്ല് തേച്ചു കഴിഞ്ഞേ അവൾ ചായ കുടിക്കാറുള്ളൂ. വാച്ചറോട് ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞു കണ്ടില്ലെന്ന്. സോണിയ പുറത്തേക്ക് എങ്ങും വന്നതേയില്ലത്രേ. ഇന്നലെ രാത്രിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇല്ല മുതലാളി, വാച്ചർ അറിയിച്ചു. സ്റ്റീഫൻസന് നെഞ്ചു പൊടിഞ്ഞു പോകുന്നത് പോലെ തോന്നി. ഉള്ളിൽ തീക്കനികൾ എരിഞ്ഞു. ഒരേയൊരു മകളാണ്. റേച്ചൽ കരഞ്ഞുകൊണ്ട് സോണിയെ വിളിച്ച് അവിടെയും ഇവിടെയും ചുറ്റിത്തിരിഞ്ഞു. സ്റ്റീഫൻസൺ ബംഗ്ലാവിലെ ജോലിക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി ചോദ്യം ചെയ്തു. അവരാരും സോണിയെ കണ്ടിട്ടില്ല. അയാൾ അവരെയെല്ലാം സോണിയെ തിരയാൻ പറഞ്ഞയച്ചു. സ്റ്റീഫൻസൺ മുതലാളിയുടെ മകളെ കാണാനില്ലെന്ന വാർത്ത വാലിസ് എസ്റ്റേറ്റിൽ കോടമഞ്ഞിനോടൊപ്പം വ്യാപിച്ചു. ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് തൊഴിലാളികൾ കൂട്ടം കൂട്ടമായി ഓടിയെത്തി. പിന്നെ അവർ പല സംഘമായി തിരിഞ്ഞ് സോണിയെ തിരക്കി നാനാദിക്കിലേക്കും പോയി. സ്റ്റീഫൻസൺ ഫോൺ ചെയ്തതനുസരിച്ച് 10 മണിയായപ്പോഴേക്കും പോലീസ് എത്തി. ആദ്യം അവർ സോണിയയുടെ ബെഡ്റൂം പരിശോധിച്ചു. അവൾ രാത്രിയിൽ ഉപയോഗിച്ചിരുന്ന ഗൗൺ അഴിച്ച് കിടക്കയിൽ ഇട്ടിരിക്കുന്നതായി കണ്ടു. പിന്നീടുള്ള പരിശോധനയിൽ ഒരു സൂട്ട് കേസും കുറെ വസ്ത്രങ്ങളും ആഭരണങ്ങളും സോണിയയോടൊപ്പം കാണാതായിട്ടുണ്ടെന്ന് മനസ്സിലായി. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവൾക്കിഷ്ടമില്ലാത്ത വിവാഹം തീരുമാനിച്ചിരുന്നുവെന്നും തലേന്ന് രാത്രിയിലും അതേക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും സോണിയ അപ്പോൾ മൂകയായിരിക്കുകയാണ് ചെയ്തതെന്നും സ്റ്റീഫൻസൺ വെളിപ്പെടുത്തി. സോണിയ തനിയെ വീട് വിട്ടിറങ്ങിപ്പോയതാണെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. എന്നാൽ അത് അംഗീകരിക്കാൻ സ്റ്റീഫൻസൺ വിസമ്മതിച്ചു. രാത്രിയിൽ തനിയെ എങ്ങോട്ട് പോകാനാണ്? ഇരുട്ടത്ത് പുറത്തിറങ്ങുന്നത് പോലും അവൾക്ക് ഭയമാണ്. പരിശോധനയ്ക്കിടയിൽ പോലീസ് സോണിയയുടെ തലയിണയ്ക്കടിയിൽ നിന്നും ഒരു കുറിപ്പ് കണ്ടെടുത്തു. ഞാൻ സ്നേഹിക്കുന്ന ആളോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് പോകുന്നു. മാപ്പ്. സോണിയയുടെ കയ്യക്ഷരം സ്റ്റീഫൻസണ് മനസ്സിലായി. ആശങ്കയും പരിഭ്രമവും കോപമായി മാറി. അയാളുടെ ചോര തിളച്ചു. പോലീസ് ചോദിച്ചപ്പോൾ തന്റെ മകളോട് എസ്റ്റേറ്റ് ജീവനക്കാരനായിരുന്ന രാജീവൻ എന്നൊരാൾക്ക് താല്പര്യമുണ്ടായിരുന്നതായി സ്റ്റീഫൻസൺ പറഞ്ഞു. ഇതിനിടയിൽ സോണിയെ തിരക്കിപ്പോയ തൊഴിലാളികളിൽ ആരോ വന്നറിയിച്ചു രാജീവൻ എസ്റ്റേറ്റിലേക്ക് വരുന്നത് കണ്ടുവെന്ന്. കോപാധിക്യത്താൽ അന്ധനായ സ്റ്റീഫൻസൺ നേരെ വീട്ടിനകത്തേക്ക് എന്ന് റൈഫിൾ എടുത്തുകൊണ്ടുവന്ന് ജീപ്പിൽ വെച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ അയാളെ തടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് തോക്കുകൊണ്ട് തനിയെ പരിഹരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എന്തിനു വിളിച്ചു? സ്റ്റീഫൻസൺ ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് തന്നെ നോക്കി. നിങ്ങൾ ഇവിടെ ഇരിക്കുക, അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാം, ഇൻസ്പെക്ടർ വീണ്ടും പറഞ്ഞു. സോണിയെ കാണാനില്ലെന്ന വാർത്ത രാജീവിനെ നടുക്കി. അയാൾ ഇതുവരെ ധരിച്ചിരുന്നത് സോണിയ ബംഗ്ലാവിലുണ്ടായിരിക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾക്ക് ബോധ്യമായി. സോണിയ രാത്രിയിൽ തന്റെ അടുക്കലേക്ക് യാത്ര തിരിച്ചുവെന്നും വഴിക്ക് വെച്ച് അപ്രത്യക്ഷയായി എന്നും. അയാൾ അസ്തപ്രജ്ഞനായിപ്പോയി. എന്താണ് സംഭവിച്ചത്? എന്താണിനി ചെയ്യേണ്ടത്? സോണിയ. അവളെ അന്വേഷിച്ച തൊഴിലാളികൾ പരക്കം പായുന്നു. പാഞ്ഞു വരുന്ന ജീപ്പിന്റെ ഇരുമ്പൽ, ബ്രേക്കുകളുടെ അലർച്ച. രാജീവിന് ഒന്നും മനസ്സിലായില്ല. അതിന് കഴിയും മുമ്പേ ആരൊക്കെയോ ചേർന്ന് അയാളെ ചുരുട്ടിക്കൂട്ടി ജീപ്പിനുള്ളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞിരുന്നു.
പോലീസുകാരുടെ കാലുകൾക്ക് കീഴിൽ അയാൾ ചുരുണ്ടുകൂടി കിടന്നു. ബംഗ്ലാവിന്റെ പോർച്ചിൽ ജീപ്പ് നിന്നു. പോലീസുകാർ രാജീവിനെ പുറത്തേക്ക് തള്ളി ഇറക്കി. ബംഗ്ലാവിലെ ഒരു മുറിയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി. കവിൾ പൊട്ടി ചോര വാർന്നൊലിക്കുന്നത് വരെ ഇരുചകിട്ടിലും മാറി മാറി അടിച്ചതിന് ശേഷമാണ് പോലീസ് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. സോണിയ എവിടെ? എനിക്കറിയില്ല, രാജീവൻ ദൈന്യതയോടെ പറഞ്ഞു. നിനക്കറിയാം, പറഞ്ഞോളൂ. സത്യമായും എനിക്കറിയില്ല. നീ അവളോട് രാത്രിയിൽ ഇറങ്ങി വരാൻ പറഞ്ഞിരുന്നുവോ? ഉവ്വ്. ശരി, പറയൂ. നേരം വെളുക്കുന്നത് വരെ കാത്തിരുന്നിട്ടും അവൾ വന്നില്ല. നീ എവിടെയായിരുന്നു? ചുരത്തിനപ്പുറത്തെ ഗേറ്റിൽ. നീ തനിച്ചേ ഉണ്ടായിരുന്നല്ലോ? സ്നേഹിതരും ഉണ്ടായിരുന്നു. എത്ര പേർ? 6 പേരുണ്ടായിരുന്നു. അവരൊക്കെ എവിടെ? വെളുപ്പാങ്കാലം വരെ കാത്തു നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചുപോയി. ഏത് നാട്ടിലേക്ക്? രാജീവൻ സ്ഥലപ്പേര് പറഞ്ഞു. അവർ നടന്നാണോ പോയത്? ജീപ്പുണ്ടായിരുന്നു സാർ. എന്നിട്ട് നീ മാത്രം ഇങ്ങോട്ട് പോന്നു? സോണിയ വരാമെന്ന് ഉറപ്പു പറഞ്ഞിരുന്നു. അവൾ വരാത്തത് എന്താണെന്ന് അറിയാനാണ് ഞാൻ മാത്രം ഇങ്ങോട്ട് പോന്നത്. ഇപ്പോൾ അറിഞ്ഞോ? കാണാതായി എന്ന്. ശരി, ഇനി സത്യം മുഴുവൻ പറഞ്ഞേക്കൂ. ഞങ്ങൾ സഹപാഠികളായിരുന്നു സാർ. എനിക്കിവിടെ ജോലി കിട്ടിയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി. അടുത്ത് നിൽക്കുന്ന സ്റ്റീഫൻസന്റെ നേർക്ക് നോക്കി രാജീവൻ തുടർന്നു. ഞങ്ങൾ 1 വർഷം മുമ്പ് രഹസ്യമായി രജിസ്റ്റർ വിവാഹം നടത്തി. അങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് അവൾക്ക് വേറെ വിവാഹാലോചന വന്നതും അതിനവളെ നിർബന്ധിക്കപ്പെട്ടതും. അവൾ കത്തെഴുതി എന്നെ വിവരം അറിയിച്ചു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി ഇന്നലെ രാത്രി 11:15 മണിക്ക് എസ്റ്റേറ്റ് അതിർത്തിയിലുള്ള ഗേറ്റിൽ വന്ന് കാത്തു നിന്നു. 12 മണിക്ക് എത്താമെന്നായിരുന്നു സോണിയ പറഞ്ഞത്. വെളുപ്പാൻകാലമായിട്ടും സോണിയ വന്നില്ല. അവർ തിരിച്ചുപോയി. ഇതാണ് സാർ എനിക്ക് പറഞ്ഞു തീരും മുമ്പേ മുഖം അടിച്ചടി വീണു. നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് അവളെ എന്ത് ചെയ്തുവെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. സാർ, ഞാൻ വീണ്ടും അടി. രാജീവൻ വേച്ചുപോയി. പറയടാ നായിന്റെ മോനെ. എനിക്കറിയില്ല സാർ. അടിയുടെ മാലപ്പടക്കം 2 കവിളിലും പൊട്ടി. രാജീവൻ കുഴഞ്ഞു വീണു. പോലീസ് അയാളെ പുറത്തേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി ജീപ്പിൽ കയറ്റി. ജീപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുമ്പി കുതിച്ചു. കാത്തിരിക്കുന്നത് മരണമാണെങ്കിലും അതിനെ നേരിടാൻ രാജീവിന് ഭയം തോന്നിയില്ല. അതിനേക്കാൾ ഉപരി സോണിയയ്ക്ക് എന്തു സംഭവിച്ചു എന്ന ചിന്ത അയാളെ കൂടെ കൂടെ നടുക്കുകയും ഹൃദയം പൊട്ടുമാറ് വേദനിപ്പിക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ രാജീവിന് ക്രൂരമായ മർദ്ദനങ്ങളെ നേരിടേണ്ടി വന്നു. ലോക്കപ്പ് മുറിയുടെ തണുത്ത അറയിൽ അയാൾ കുഴഞ്ഞു കിടന്നു. ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാർ രാജീവിനെ കാൽ കൊണ്ട് തോണ്ടി ഉണർത്തും. എഴുന്നേൽപ്പിച്ച് ചുവരോട് ചേർത്ത് നിർത്തും. പിന്നെ കവിളത്ത് മാലപ്പടക്കം പൊട്ടും പോലത്തെ അടി, നെഞ്ചിലിടി, ഇടയ്ക്ക് കാൽമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഓരോ പ്രഹരം. രാജീവിന് വേദനയേക്കാൾ അമ്പരപ്പായിരുന്നു. ലോക്കപ്പ് മുറി തുറന്ന് അകത്തു വരുന്ന പോലീസുകാരിൽ പലർക്കും അറിയില്ല താൻ എന്തു കുറ്റമാണ് ചെയ്തിട്ടുള്ളതെന്ന്. ലോക്കപ്പിൽ കിടക്കുന്ന ഒരുത്തൻ ക്രൂരമായ മർദ്ദനാർഹിക്കുന്നവനാണെന്ന മട്ടിലാണ് പെരുമാറ്റം. ചിലർ ഒന്നും ചോദിക്കുകയില്ല. കൈത്തിരിപ്പ് തീരുമ്പോൾ നിർത്തിയിട്ട് പോകും. രാത്രിയോ പകലോ എന്നുപോലും തിരിച്ചറിയാനാവാത്ത മാനസികാവസ്ഥ. വിശപ്പും ദാഹവും ചത്തു കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസമായി മുഴുപട്ടിണി തന്നെ. വല്ലതും കിട്ടിയാലും കഴിക്കാൻ തോന്നുകയില്ല. രാജീവൻ ചുമരും ചാരി ഇരിപ്പു തുടങ്ങിയിട്ട് കുറേ നേരമായി. സോണിയെക്കുറിച്ചാണ് അവന്റെ ആലോചന. അവൾക്ക് എന്തു പറ്റി? ബംഗ്ലാവിനും ടോൾ ഗേറ്റിനും ഇടയിലെ ദൂരത്തിനിടയിൽ അവൾക്ക് എന്ത് സംഭവിച്ചു? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാവണം. കൊണ്ടുപോയവർ അവളെ ക്രൂരമായി ബലാത്കാരം ചെയ്തിരിക്കാം. അതിനുശേഷം കൊന്നു മറവ് ചെയ്തിരിക്കാം. രാജീവിനൊന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. തന്നെ സ്നേഹിച്ച പെണ്ണ്, താനുമായി ഒന്നിച്ചു ജീവിക്കാൻ കൊതിച്ച് രണ്ടും കൽപ്പിച്ചിറങ്ങിപ്പോന്ന പെണ്ണ്, അവൾ ജീവനോടെയുണ്ടോ? കാട്ടാളന്മാർ അവളെ പിച്ചു ചീന്തിയോ? എന്നിട്ട് പോലീസും സ്റ്റീഫൻസൺ മുതലാളിയും ജനങ്ങളും കരുതിയിരിക്കുന്നത് താൻ അവളെ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരം ചെയ്ത ശേഷം കൊന്നു മറവു ചെയ്തുവെന്ന്. ഒരുപക്ഷെ പോലീസിന് അത് സ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കാം. ഒരു പ്രോസിക്യൂട്ടർക്ക് താൻ കുറ്റവാളിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. കോടതിക്ക് തന്നെ ശിക്ഷിക്കാനും കഴിഞ്ഞേക്കാം. അപ്പോഴും സോണിയയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ലോകം അറിയുകയേയില്ല. അവളെ പീഡിപ്പിച്ചവരും കൊല ചെയ്തവരും മിടുക്കന്മാരായി ഭൂമിയിൽ ഞെളിഞ്ഞു നടക്കുകയും ചെയ്യും. അതുമാത്രം അനുവദിക്കരുത്. സോണിയയ്ക്ക് വേണ്ടി ഒരു കഴുമരമോ ജീവപര്യന്തമോ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അത് അവളെ അപായപ്പെടുത്തിയവനെ കൊന്നിട്ടായിരിക്കണം. ദിവസങ്ങൾ കഴിയുന്തോറും തെളിവുകൾ ദുർബലമായി പോകും. സോണിയ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അവളുടെ ജീവൻ ആപത്താവുകയും ചെയ്യും. ബംഗ്ലാവിൽ നിന്നും സോണിയ പുറപ്പെട്ടു എന്നത് സത്യം തന്നെയോ? പോലീസും സ്റ്റീഫൻസൺ മുതലാളിയും കൂടി തന്നെ വിഡ്ഢിയാക്കുകയാണോ? ഒരുപക്ഷെ സോണിയയുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടിയ സ്റ്റീഫൻസൺ മകളെ ബന്ധുവീട്ടിലെങ്ങാനും ഒളിപ്പിച്ചിട്ട് തന്നോട് പക തീർക്കുകയാണോ? അതും അറിയണം. അതാണ് സത്യമെങ്കിൽ എത്ര നന്നായിരുന്നു.
തനിക്ക് പീഡനങ്ങൾ ഇനിയും ഏൽക്കേണ്ടി വരുമെങ്കിലും സോണിയ സുരക്ഷിതയാണെന്ന് ആശ്വസിക്കാമായിരുന്നു. രാത്രിയിൽ അവൾ ബംഗ്ലാവിൽ നിന്ന് തന്റെ അടുത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശ്വരാ, രാജീവൻ നെഞ്ചിൽ കൈവച്ചു. അവളോട് തനിയെ ടോൾഗേറ്റിൽ വരെ എത്താൻ പറഞ്ഞതോർത്ത് 1000 വട്ടം അയാൾ വിലപിച്ചു. തന്നെത്താൻ പഴിച്ചു. എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും താൻ ബംഗ്ലാവിൽ ചെന്ന് അവളെ ആ രാത്രിയിൽ കൂട്ടിക്കൊണ്ടു വരേണ്ടിയിരുന്നു. ഇനി അതെല്ലാം ആലോചിച്ചിട്ട് എന്തു ഫലം? ബംഗ്ലാവിൽ നിന്ന് അവൾ പോന്നുവെങ്കിൽ ടോൾഗേറ്റിനും എസ്റ്റേറ്റിനും ഇടയ്ക്കുള്ള 2 കിലോമീറ്റർ ദൂരത്തിനിടയിലാണ് അവൾക്ക് ആപത്ത് സംഭവിച്ചിട്ടുള്ളത്. സോണിയ അന്ന് രാത്രിയിൽ ഒളിച്ചോടുമെന്ന് അറിയാവുന്നവർ എസ്റ്റേറ്റിൽ 3 പേർ മാത്രമാണ്. സുനന്ദ, രവീന്ദ്രൻ, ജോർജ്. രവീന്ദ്രനെയും ജോർജിനെയും തനിക്ക് വർഷങ്ങളായി അറിയാം. ഒരിക്കലും അവർ സോണിയെ തട്ടിക്കൊണ്ടുപോകാൻ ആലോചിക്കുക പോലുമില്ല. അതിനുള്ള ധൈര്യവുമില്ല അവർക്ക്. എസ്റ്റേറ്റ് മുതലാളിയുടെ മകളെ തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പ്രത്യാഘാതങ്ങളെ നേരിടാൻ അവർക്ക് എങ്ങനെ ചങ്കൂറ്റമുണ്ടാകും? പിന്നെയുള്ളത് സുനന്ദ. അവൾക്ക് തന്നോട് മുമ്പ് പ്രേമം ഉണ്ടായിരുന്നതായി തോന്നിയിട്ടുണ്ട്. വളരെ അടുത്ത് ഇടപഴകുമായിരുന്നു. തന്നെ കാണാനും മിണ്ടാനും അവൾക്കുള്ള വെമ്പൽ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. സ്നേഹത്തിൻ്റെതായ ചില സൂചനകളും അടയാളങ്ങളും ലഭിച്ചിട്ടുണ്ട്. താൻ അമ്മയോടും സഹോദരിമാരോടുമൊപ്പം എസ്റ്റേറ്റ് ക്വാർട്ടറിൽ താമസിച്ചിരുന്നപ്പോൾ അവൾ കൂടെ കൂടെ വീട്ടിൽ വരുമായിരുന്നു. തൻ്റെ അമ്മയെയും സഹോദരിമാരെയും പാട്ടിലാക്കാൻ അവൾക്ക് വേഗം കഴിഞ്ഞു. വിശേഷ ദിവസങ്ങളിൽ പായസം, വഴനയിലയിലും മറ്റും ചുട്ടെടുക്കുന്ന മധുരപലഹാരങ്ങൾ തുടങ്ങിയവ അവൾ വീട്ടിൽ നിന്നും കൊണ്ടുവരുമായിരുന്നു. അവളുടെ കൈകൊണ്ട് തന്നെ തനിക്ക് തരികയും ചെയ്യും. താൻ അവളുടെ മുഖത്ത് നോക്കി നന്നായിരിക്കുന്നു എന്ന് പറയുന്നത് വരെ അവൾ കാത്തു നിൽക്കുകയും ചെയ്യും. തന്റെ സാന്നിധ്യം യാദൃശ്ചികമായി സംഭവിച്ചു പോകുന്ന സ്പർശനങ്ങൾ അവളെ ഉത്തേജിതയാക്കിയിരുന്നു. മുഖവും മൂക്കും ചെവിയും ചുമക്കുന്നത് തിരിച്ചറിയാമായിരുന്നു. തന്നോട് എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചു നിൽക്കാൻ അവൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. പക്ഷേ സോണിയ രംഗത്ത് വന്നതോടെ സുനന്ദ പിന്മാറി. പിന്നെ വല്ലപ്പോഴുമേ വീട്ടിൽ വന്നിരുന്നുള്ളൂ. വന്നാൽ തന്നെ തന്റെ മുമ്പിൽ വരാതെ പൊയ്ക്കളയുകയും ചെയ്യും. നേരിട്ട് കാണുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നതും മുഖത്തെ പ്രകാശം അണയുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും താൻ ശ്രദ്ധിച്ചിരുന്നു. അവൾ ദുഃഖത്തിലും നിരാശയിലുമായിരുന്നു. അവളുടെ സ്വപ്നം മറ്റൊരാൾ തട്ടിയെടുത്തത് അവളെ വല്ലാതെ മുറിപ്പെടുത്തിയിരിക്കണം. ഒരു പെണ്ണിന്റെ വലിയ മോഹമാണ് പൊലിഞ്ഞു പോയത്. സോണിയുമായി അടുത്തില്ലായിരുന്നുവെങ്കിൽ താൻ സുനന്ദയെ വിവാഹം കഴിക്കുമായിരുന്നോ? ആർക്കറിയാം. ഏതായാലും സുനന്ദ വളരെ വേഗം ആ ദുഃഖത്തെ അതിജീവിച്ചു. കൂടെ കൂടെ വീട്ടിൽ വരാനും പലഹാരങ്ങൾ കൊണ്ടുവരാനും തുടങ്ങി. സോണിയയ്ക്കുള്ളതുകൂടി അവൾ കൊണ്ടുവരുമായിരുന്നു. സോണിയയോട് സ്നേഹത്തോടെയാണ് അവൾ പെരുമാറിയിട്ടുള്ളത്. താൻ മോഹിച്ച പുരുഷനെ തട്ടിയെടുത്തവൾ എന്നൊരു പക അവളുടെ പെരുമാറ്റത്തിലുള്ളതായി ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരിറ്റ സ്നേഹിതയെപ്പോലെ അവൾ തന്നോടും സോണിയയോടും ഇടപഴകി. തനിക്കും സോണിയയ്ക്കും ഇടയിലെ ഹംസം അവളായിരുന്നു. ഒടുവിൽ അവസരം കിട്ടിയപ്പോൾ സുനന്ദ പ്രതികാരം ചെയ്തതായിരിക്കുമോ? താൻ മോഹിച്ച പുരുഷനെ മറ്റൊരാൾ തട്ടിയെടുക്കരുതെന്ന് അവൾ നിശ്ചയിച്ചിരുന്നുവോ? അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ സുനന്ദ എന്തു ചെയ്യാൻ? അവൾക്ക് ചതിക്കാം, ഒറ്റുകൊടുക്കാം. സോണിയയുടെ പ്രതിസുത വരനായ സ്റ്റാൻലിയുമായി സുനന്ദയ്ക്ക് എന്തോ രഹസ്യമുണ്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വെറുമൊരു അപവാദ പ്രചരണമായി മാത്രമേ താൻ കരുതിയിട്ടുള്ളൂ. രവീന്ദ്രൻ പറഞ്ഞത് സത്യമാണെങ്കിൽ സുനന്ദയ്ക്ക് സോണിയയെ സ്റ്റാൻലിക്ക് ഒറ്റുകൊടുക്കാം. അവൾ പുറപ്പെടുന്ന സമയവും ലക്ഷ്യവും സുനന്ദയ്ക്ക് നല്ല നിശ്ചയവും ഉണ്ടായിരുന്നു. മുന്നറിയിപ്പ് കിട്ടുന്ന സ്റ്റാൻലി തന്റെ ആളുകളെയും കൂട്ടി അർദ്ധരാത്രിയിൽ റോഡരികിൽ പതുങ്ങിയിരിക്കുന്നു. സോണിയ തനിയെ നടന്നു വരുമ്പോൾ ഓർക്കാപ്പുറത്ത് അവളുടെ മേൽ ചാടി വീഴുന്നു. പൊക്കിയെടുത്ത് താഴ്വാരത്തിലെ പുൽമേട്ടിലൂടെ പുഴക്കരയിലെത്തിക്കുന്നു. അവിടെ നിന്ന് അയാളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുന്നു. എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് അയാൾ അവളെ റേപ്പ് ചെയ്യുന്നു. പിന്നെ കൊലപ്പെടുത്തി മറവ് ചെയ്യുന്നു. രാജീവൻ നെഞ്ചു തിരുമ്മി. സംഭവിക്കാൻ പാടില്ലാത്തതല്ല. സോണിയയ്ക്ക് ജീവാപായം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദികളായ ആരെയും താൻ വെറുതെ വിടുകയില്ല. രാജീവൻ മനസ്സിലൊരു പ്രതിജ്ഞയെടുത്തു. ഓരോരുത്തരെയായി താൻ വേട്ടയാടും. മരണമാണ് അവർക്കുള്ള ശിക്ഷ. സുനന്ദയിൽ നിന്ന് തുടങ്ങണം. രാജീവൻ മുഷ്ടി മുറുക്കി. എന്താടാ ഒറ്റയ്ക്കിരുന്ന് പ്രാകുന്നേ? ഒരു കോൺസ്റ്റബിൾ അഴിവാതിലൂടെ രാജീവനെ നോക്കി. മുഖത്തെ പ്രതികാരഭാവം പെട്ടെന്ന് മറയ്ക്കാൻ രാജീവന് കഴിഞ്ഞില്ല. നീ എന്താടാ നായിന്റെ മോനെ തുറച്ചു നോക്കുന്നേ? രാജീവൻ അനങ്ങിയില്ല. ഇതിനു മുമ്പ് ഈ കോൺസ്റ്റബിളിനെ കണ്ടിട്ടില്ലല്ലോ എന്നോർത്തു. വലിച്ചുകൊണ്ടിരുന്ന ബീഡിക്കുറ്റി നിലത്തിട്ട് ചവിട്ടിയരിച്ചിട്ട് അയാൾ വാതിൽ തുറന്നു. നിനക്കെന്താടാ, സുഖിച്ചില്ലേ? രാജീവൻ മൗനം ആചരിച്ചു. നിന്റെ വായിലെന്താ പഴമാണോടാ പട്ടി? അയാൾ ആക്രോശിച്ചു. എഴുന്നേറ്റ് നിൽക്കടാ റാസ്കൽ. രാജീവൻ ബന്ധപ്പെട്ട് എഴുന്നേറ്റു.
രാജാവ് സിംഹാസനത്തെ എഴുന്നേൽക്കുന്ന പോലെയാണല്ലോടാ. എന്തൊരു സ്വയം ബഹുമാനം. എന്താടാ നിന്റെ പേര്? രാജീവൻ. രാജീവ് ഗാന്ധിയുടെ പേര് തന്നെ നിനക്ക് ഇട്ടല്ലോടാ. തന്തേം തള്ളേം അതോ അയലോക്കക്കാരോ? രാജീവൻ മൗനം. എന്താടാ ചാർജ്? ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ കഷ്ടം. ഒരു നിരപരാധിയെ പിടിച്ച് പന്ന പോലീസ് അകത്തിട്ടിരിക്കുന്നു. സാർ, ഞാൻ നിരപരാധി തന്നെയാണ്. എന്നാ നിന്നെ ഇറക്കി വിട്ടേക്കട്ടെ? പരിഹസിക്കല്ലേ സാറേ. നിന്റെ പേരുള്ള ചാർജ് എന്താടാ? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയെന്നും പറഞ്ഞ? ആഹാ, നീ കൊള്ളാമല്ലോ, മിടുക്കൻ. പെണ്ണെങ്ങനെ, സുന്ദരിയാണോ? കോൺസ്റ്റബിൾ രാജീവന്റെ കവിളിലും നെഞ്ചിലും തലോടി. രാജീവൻ അനങ്ങാതെ നിന്നു. എന്നിട്ട്? തട്ടിക്കൊണ്ടുപോയി എന്തു ചെയ്തു? റേപ്പ് ചെയ്തോടാ? ഇല്ല. എന്തേ ചെയ്തില്ലേ? ചെയ്യാൻ മേലായിരുന്നോടാ? എനിക്ക് നിന്നോട് തോന്നിയ അസൂയ മുഴുവൻ തണുത്തുപോയല്ലോടാ. രാജീവൻ മിണ്ടിയില്ല. പെണ്ണെങ്ങനെ, വെളുത്തിട്ടാണോ? അതെ. സുന്ദരി? രാജീവൻ തലകുലുക്കി. നാണിക്കണ്ട, പറഞ്ഞോടാ, നീ അവളെ തൊട്ടിട്ടുണ്ടോ? ഉവ്. എവിടെ? എവിടെന്ന് പറയടാ. രാജീവൻ അറച്ചു നിന്നു. ഇവിടെ തൊട്ടിട്ടുണ്ടോ? കോൺസ്റ്റബിൾ അശ്ലീലദ്യോതകമായ ഒരാംഗ്യം കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല. ഇവിടെയോ? രാജീവൻ വെറുപ്പോടെ മുഖം തിരിച്ചു. ഇവിടെയോടാ പന്നി. പോലീസുകാരന്റെ കണ്ണുകളിൽ കാമോന്മാദവും പീഡനോത്സുകതയും തുളുമ്പുന്നത് കണ്ട് രാജീവൻ ഭയന്നു. ഇവിടെ തൊട്ടിട്ടില്ലേടാ തെണ്ടി ചെറ്റേ, പറയടാ. അയാൾ രാജീവന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചെകിട്ടത്ത് ആഞ്ഞടിച്ചു. ഇല്ല. രാജീവൻ ഞരങ്ങി. പിന്നെ എന്തിനാടാ കൂത്തിച്ചി മോനെ നീ അവളെ തട്ടിക്കൊണ്ടുപോയത്? ആണും പെണ്ണും കെട്ട നാറി. ചുമ്മാ ഇരുന്ന് കാണാനോ? നിനക്ക് എന്തിനാടാ പൗരുഷം? അടിവയറ്റിൽ മുട്ടുകൊണ്ടുള്ള ഇടിയേറ്റ് രാജീവൻ വീണു. കലി ബാധിച്ച പോലെ കോൺസ്റ്റബിൾ അയാളെ നിലത്തിട്ട് ചവിട്ടിയുരുട്ടി. നനഞ്ഞ ഒരു പഴന്തുണി കെട്ടുപോലെ ലോക്കപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു രാജീവൻ. ബോധാബോധങ്ങൾക്കിടയിലൂടെ രാവും പകലും കടന്നുപോയത് അയാൾ അറിഞ്ഞില്ല. പത്രങ്ങളിലെല്ലാം വലിയ വാർത്തകൾ അച്ചടിച്ചു വന്നു. വാലിസ് എസ്റ്റേറ്റ് ഉടമ സ്റ്റീഫൻസൺ മുതലാളിയുടെ മകൾ സോണിയെ രാജീവൻ എന്ന യുവാവും ചില സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു വാർത്തകളുടെ ഉള്ളടക്കം. പ്രതിയെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. രാജീവിനോടൊപ്പം വലിയൊരു ഗൂഢസംഘം ആസൂത്രിതമായി ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സംഘത്തെ വലയിൽ കൊടുക്കാൻ പോലീസ് ഊർജിത ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺവാണിഭവും കള്ളക്കടത്തും നടത്തുന്ന ഒരു പ്രമുഖ അധോലോക മയക്കുമരുന്ന് ലോബി ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പോലീസ് കരുതുന്നു. കാണാതായ യുവതിയെ ഇതിനകം മദ്രാസിലേക്കോ ബൊംബെയിലേക്കോ കടത്തിയിട്ടുണ്ടെന്നും പോലീസിന് സംശയമുണ്ട്. ഒരുപക്ഷെ പിടിയിലായ പ്രതിയും സംഘവും ചേർന്ന് യുവതിയെ ബലാത്കാരം ചെയ്ത ശേഷം കൊന്നു മറവു ചെയ്തതാണോ എന്നും പോലീസ് സംശയിക്കുന്നു. സംഘത്തെ സംബന്ധിക്കുന്ന ചില സുപ്രധാന വിവരങ്ങൾ പ്രതിയിൽ നിന്നും പോലീസിന് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ പോയി പത്രഭാഷ്യങ്ങൾ. രാജീവനെ ഭേദ്യം ചെയ്ത് അയാളോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയെന്ന് മനസ്സിലാക്കിയ പോലീസ് രാജീവന്റെ നാട്ടിലെത്തി. അന്ന് രാത്രി രാജീവനോടൊപ്പം ഉണ്ടായിരുന്ന സ്നേഹിതരെ കസ്റ്റഡിയിലെടുത്തു. രാജീവന്റെ വീട്ടുകാരെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. രാജീവന്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ മോൻ ആരെയും കൊന്നിട്ടില്ല. സോണിയെ കൊല്ലാൻ അവനൊരിക്കലും സാധിക്കില്ല. എന്റെ മോനും സോണിയുമായി വർഷങ്ങളായിട്ട് സ്നേഹത്തിലായിരുന്നു. അവന്റെ ഭാര്യയാണ് അവൾ. ആയമ്മ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നതിന്റെ രേഖകൾ പോലീസിനെ കാണിച്ചു. 1 വർഷം മുമ്പ് രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം നടത്തിയവരാ അവര്. പിന്നെന്തിനെന്റെ മകൻ അവളെ കൊല്ലണം? രാജീവന്റെ സഹോദരിമാരും ഇത് തന്നെ പറഞ്ഞു. ഞങ്ങൾ വാലിസ് എസ്റ്റേറ്റിലായിരുന്നപ്പോൾ സോണിയ കൂടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ വരാറുണ്ടായിരുന്നു. അവർ സ്നേഹത്തിലായിരുന്നു. പോലീസ് രജിസ്റ്റർ കച്ചേരിയിൽ പോയി തെളിവെടുപ്പ് നടത്തി. രേഖകൾ വ്യാജമല്ലെന്ന് പോലീസിന് ബോധ്യമായി. വിവാഹം രജിസ്റ്റർ ചെയ്തു കൊടുത്ത സബ് രജിസ്ട്രാർ ഓഫീസിലുണ്ടായിരുന്നു. ബലം പ്രയോഗിച്ചോ പ്രേരിപ്പിച്ചോ നടത്തിയ വിവാഹമായിരുന്നില്ല അത്. പെൺകുട്ടിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. ഇവിടെ വല്ലപ്പോഴുമാണ് അത്തരം വിവാഹങ്ങൾ നടക്കുക. അതുകൊണ്ട് ഞാൻ വ്യക്തമായും ഓർക്കുന്നു, ആ പെൺകുട്ടി സന്തോഷവതിയായിരുന്നു. മാത്രമല്ല എനിക്ക് നേരിട്ടറിയാവുന്ന മാന്യന്മാരായ ചിലരാണ് വിവാഹ രജിസ്റ്ററിൽ സാക്ഷികളായി ഒപ്പുവെച്ചതും. പോലീസ് സാക്ഷികളെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തു. അതിലൊരാൾ സഹകരണ ബാങ്കിലെ ക്യാഷ്യറായ ശിവാനന്ദനായിരുന്നു. മറ്റൊരാൾ പഞ്ചായത്ത് മെമ്പറും. രണ്ടുപേരും സത്യസന്ധമായ വസ്തുതകൾ വെളിപ്പെടുത്തി. യുവതിയെ പ്രേരിപ്പിച്ചോ ബലം പ്രയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ അല്ല വിവാഹം നടത്തിയത്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. രാത്രിയിൽ സോണിയെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തിയ ജീപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജീവിനോടൊപ്പം സഹായികളായി വന്നവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ ഐക്യകണ്ഠേന പറഞ്ഞു, സോണിയ രാത്രി 12 മണിക്ക് ടോൾ സ്റ്റേഷനിൽ എത്തുമെന്ന് അറിഞ്ഞതിനനുസരിച്ചാണ് ഞങ്ങൾ പോയത്. രാത്രിയിൽ രാജീവിനോടൊപ്പം ഞങ്ങൾ കുറേ സമയം ചുരത്തിനപ്പുറത്ത് കാത്തുകിടന്നു. എന്നാൽ സോണിയ വന്നില്ല. ഞങ്ങൾക്ക് പുലരും മുമ്പേ നാട്ടിൽ തിരിച്ചെത്തണമായിരുന്നു. രാജീവൻ സോണിയെ കൂടാതെ തിരിച്ചു പോരാൻ കൂട്ടാക്കിയില്ല.
ഒടുവിൽ രാജീവനെ അവിടെ തനിച്ചു വിട്ടിട്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു. ഇതിൽ കൂടുതൽ ഒന്നും ഞങ്ങൾക്കറിയില്ല. എത്രയധികം ചോദ്യം ചെയ്തിട്ടും ഭേദ്യം ചെയ്തിട്ടും ഇതിൽ കൂടുതൽ ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. രാജീവിനെ സഹായിക്കാനായി അന്ന് രാത്രി ജീപ്പിൽ പോയിരുന്ന സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ നാട്ടിലെ മാന്യന്മാരായ വ്യക്തികളാണെന്ന് പോലീസിന് ബോധ്യമായി. രണ്ടുപേർ രാജീവൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ തന്നെ ഉദ്യോഗസ്ഥർ. ഒരാൾ ടാക്സി ഡ്രൈവർ, ഇനി ഒരാൾ ടൗണിൽ സ്റ്റേഷനറി കട നടത്തുന്ന ബിസിനസ്സുകാരൻ, അവശേഷിച്ചയാൾ ഒരു പാരലൽ കോളേജ് അധ്യാപകൻ. രാത്രിയിലെ ജീപ്പ് യാത്രക്കിടയിൽ അവർ കടന്നുപോയ എസ്റ്റേറ്റുകളിലും ടോൾ സ്റ്റേഷനുകളിലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. രാജീവിന്റെ സഹായികളെ സംശയിക്കത്തക്ക വിധം ഒരു വിവരവും എങ്ങുനിന്നും ലഭിക്കുകയുണ്ടായില്ല. ഒടുവിൽ പോലീസ് രാജീവിന്റെ സഹായികളോട് ഏതു നിമിഷവും സ്റ്റേഷനിൽ ഹാജരാകത്തക്ക വിധം സ്ഥലത്തുണ്ടായിരിക്കണമെന്ന് കർശനമായി നിഷ്കർഷിച്ചിട്ട് മടങ്ങി. സോണിയയ്ക്ക് എന്തു സംഭവിച്ചുവെന്ന് പോലീസിന് ഒരു ഊഹവും കിട്ടിയില്ല. അർത്ഥബോധാവസ്ഥയിൽ ലോക്കപ്പിനുള്ളിൽ കിടന്ന രാജീവിനെ ഒരു കോൺസ്റ്റബിൾ തട്ടിയുണർത്തി. മർദ്ദനമേറ്റ് അവശനായിരുന്ന രാജീവൻ വല്ല വിധേനയും പിടഞ്ഞെണീറ്റു. വീഴാതിരിക്കാനായി ഭിത്തിയിൽ പരതി പിടിച്ചു. റൈറ്റർ അയ്യപ്പൻപിള്ളയായിരുന്നു രാജീവന്റെ മുമ്പില്. ആവി പറക്കുന്ന ഒരു ഗ്ലാസ് ചായയും ഒരു ഇലപ്പൊതിയും രാജീവന്റെ മുമ്പിൽ നിലത്ത് വെച്ചിട്ട് അയാൾ പറഞ്ഞു, കഴിക്കടാ നായിന്റെ മോനെ, നീ ഇവിടെ കിടന്ന് ചാവണ്ടല്ലോന്ന് കരുതിയിട്ടാ. എനിക്ക് നിന്റെ അത്രയും പ്രായമുള്ള ഒരു മകനുണ്ട്. രാജീവൻ കലങ്ങിയ കണ്ണുകളാൽ അയാളെ നോക്കി. അവന്റെ മുഖം നീരുവന്ന് വീർത്തിരുന്നു. നീര് വിങ്ങി ഒരു കണ്ണ് മിക്കവാറും അടഞ്ഞു പോയിരുന്നു. വിശപ്പും ദാഹവും ഒരു ചെന്നായിയെപ്പോലെ അവന്റെ വയറ്റിൽ കിടന്നു മുരണ്ടു. വിറയ്ക്കുന്ന കൈകളാൽ അവൻ ചായ കയ്യിലെടുത്ത് ആർത്തിയോടെ മൂന്തി. നാവും ചുണ്ടുകളും പൊള്ളിയതൊന്നും അവൻ അറിഞ്ഞില്ല. ഭക്ഷണപ്പൊതി തുറന്നപ്പോൾ ചൂട് ചോറും കറികളും. അഴുക്കുപുരണ്ട കൈകൊണ്ട് അവൻ ആർത്തിയോടെ ചോറ് വാരി വാരി വിഴുങ്ങി. നിനക്ക് ചെലവിന് തരാൻ ഇവിടെ വകുപ്പൊന്നുമില്ല. എന്റെ പോക്കറ്റിലെ കാശാ കഴിവേറി ഇത്. അവൻ നന്ദി നിറഞ്ഞ ഒരു മൃഗത്തെ പോലെ അയാളെ നോക്കി. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ സഹായത്തിന് ഞാൻ പ്രത്യുപകാരം ചെയ്യും എന്നവൻ മനസ്സിൽ ആണയിട്ടു. ഇനിയെങ്കിലും സത്യം പറഞ്ഞൂടെ നിനക്ക്? എന്തിനു വെറുതെ ഇടികൊണ്ട് ചാവുന്നു? നീ ചെറുപ്പമാ, നല്ലൊരു ശരീരം, ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മനഃപൂർവ്വം ഇത് നശിപ്പിക്കണോ? സത്യം തുറന്നു പറഞ്ഞാൽ നിനക്കൊരു പക്ഷേ മർദ്ദനത്തിൽ നിന്ന് ഒഴിവ് കിട്ടിയേക്കും. നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ചാൽ ശിക്ഷ കൂടാതെയും കഴിക്കാം. സത്യം പറയുന്നതാണ് ബുദ്ധി. ഞങ്ങളുടെ കയ്യിൽപ്പെടുന്ന കള്ളന്മാരും കൊലപാതകികളും ഒക്കെ നല്ല പച്ചപ്പനന്തത്ത പറയുന്നത് പോലെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാ? കുറ്റബോധം കൊണ്ടോ? ഞങ്ങളുടെ പണി എളുപ്പമാക്കി തരണം വിചാരിച്ചിട്ടോ അല്ല, തടി രക്ഷിക്കാൻ. രാജീവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സത്യം പറഞ്ഞേക്കടാ, നീ ആ പെണ്ണിനെ എന്തു ചെയ്തു? രാജീവൻ അയാളുടെ കാൽക്കിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എനിക്കറിയില്ല സാർ, ഞാൻ അവളെ കണ്ടിട്ടില്ല, സത്യം. റൈറ്റർ അയ്യപ്പൻപിള്ള അല്പനേരം അവനെ നോക്കി നിന്നു. നീ രക്ഷപ്പെടില്ല. പിറുപിറുത്തുകൊണ്ട് അയാൾ ലോക്കപ്പ് മുറി വിട്ടിറങ്ങി. ഉച്ചതിരിഞ്ഞ് രാജീവിന്റെ അമ്മയും സഹോദരിമാരും പോലീസ് സ്റ്റേഷനിലെത്തി രാജീവിനെ കാണാൻ. അവരോടൊപ്പം നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ലോക്കപ്പിനുള്ളിൽ അവശനായിരിക്കുന്ന രാജീവിനെ കണ്ട് അമ്മ വിതുമ്പി കരഞ്ഞു. സഹോദരിമാർ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. രാജീവൻ എഴുന്നേറ്റ് വേച്ച് അഴികൾക്കടുത്തേക്ക് വന്നു. അമ്മേ, അവൻ കണ്ണീരോടെ ഞരങ്ങി. മർദ്ദനമേറ്റ് നീര് വെച്ച് കരിവാളിച്ച മുഖവും മർദ്ദനമേറ്റ് തകർന്ന ശരീരവും കണ്ട് അമ്മയ്ക്ക് ഉൾക്കിടിലമുണ്ടായി. കമ്പീഴകൾക്കിടയിലൂടെ അമ്മയുടെ കൈകൾ തെരുപ്പിടിപ്പിച്ചുകൊണ്ട് അവൻ ഗദ്ഗതത്തോടെ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലമ്മേ. അമ്മയെങ്കിലും വിശ്വസിക്കണം. സോണിയയ്ക്ക് എന്തു പറ്റിയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അമ്മ അവന്റെ മുഖത്തും മുടിയിലും തലോടി. ആ സാധു സ്ത്രീ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. രാജീവൻ തന്റെ പെങ്ങന്മാരെ നോക്കി. വിഷമിക്കേണ്ട, എന്നെ ഓർത്ത് ആരും കരയേണ്ട. സത്യം എന്നെങ്കിലും പുറത്തു വരും. പക്ഷെ സോണിയ, അവൾക്ക് എന്തു പറ്റി? അവളെ ആര് രക്ഷിക്കും? അതോർക്കുമ്പോൾ നെഞ്ചു പൊട്ടുകയാ. രാജീവന്റെ സഹോദരിമാർ നിറക്കണ്ണുകൾ തുടച്ചു. അമ്മയോടൊപ്പം വന്ന ആളുകളെ രാജീവൻ മാറി മാറി നോക്കി. അവൻ ദയനീയ സ്വരത്തിൽ അപേക്ഷിച്ചു, ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായി. സാരമില്ല, ഞാൻ നിരപരാധിയാണെന്ന് ഒരു ദിവസം എല്ലാവരും മനസ്സിലാക്കും. എൻ്റെ അമ്മയെയും കൂടപ്പിറപ്പുകളെയും സമാധാനിപ്പിക്കണം. അവർക്ക് വേറെ ആരുമില്ല തുണ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. രാജീവന്റെ അമ്മയും കൂടപ്പിറപ്പുകളും കരഞ്ഞു പിഴിഞ്ഞാണ് മടങ്ങിയത്. അവർ പോയിക്കഴിഞ്ഞപ്പോൾ റൈറ്റർ അയ്യപ്പൻപിള്ള വന്നു പറഞ്ഞു, എടാ, നിനക്ക് ഇന്നുകൂടി ലോക്കപ്പിൽ കഴിഞ്ഞാൽ മതി. കുറച്ചു കഴിയുമ്പോൾ തെളിവെടുപ്പിന് വാലീസ് എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. നാളെ നിന്നെ കോടതിയിൽ ഹാജരാക്കും. നിന്നെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. കോടതി അത് അനുവദിക്കുകയും ചെയ്യും. റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ നിനക്ക് പുതിയ താമസ സ്ഥലമാ സുഖവാസ കേന്ദ്രം, സബ് ജയിൽ. അയ്യപ്പൻപിള്ള പിൻവാങ്ങി.
രാജീവൻ ആലോചനയിൽ മുഴുകി. നാളെ പോലീസ് തന്നെ കോടതിയിലെത്തിക്കും. അവർ തന്നിൽ കുറ്റം അടിച്ചേൽപ്പിക്കും. യഥാർത്ഥ പ്രതിയെ പോലീസിന് ഒരിക്കലും പിടികൂടാൻ കഴിയില്ല. അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണം. യഥാർത്ഥ പ്രതിയെ പിടികൂടണം. തന്റെ നിരപരാധിത്വം തെളിയിക്കണം. ജയിലഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് അതൊരിക്കലും സാധ്യമാവുകയില്ല. ഒരൊറ്റ മാർഗമേയുള്ളൂ. ഏത് വിധേനയും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുക. നാളെ സബ് ജയിലിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാൻ അസാധ്യമായിരിക്കും. ഇന്ന് തന്നെ രക്ഷപ്പെടുക. നാളെ പുലരും മുമ്പ് ഏത് ഹീനമാർഗം ഉപയോഗിച്ചും ചാടുക. രാജീവൻ തല പുകഞ്ഞാലോചിച്ചു. തലച്ചോറിൽ ഒരാശയം മിന്നി. അത് മനസ്സിലിട്ട് കൂട്ടിക്കുഴിച്ചു. ഒടുവിൽ ഉറപ്പിച്ചു, ഇന്ന് തന്നെ. നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടണമെന്ന് രാജീവൻ ഉറപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ കോടതി തന്നെ റിമാൻഡ് ചെയ്യും. പിന്നെ സബ് ജയിലിലായിരിക്കും താമസം. ജയിൽ മതിലുകൾ ഭേദിക്കുക എളുപ്പമല്ല. സന്ധ്യയായി. ലോക്കപ്പിനുള്ളിൽ നിന്ന് വല്ലാത്ത ഞരക്കവും മൂളലും കേട്ട് ചില കോൺസ്റ്റബിൾമാർ എത്തി നോക്കി. അവൻ ചാവാൻ പോവുകയാണോ? ഒരു കോൺസ്റ്റബിൾ ആരോടെന്നില്ലാതെ ചോദിച്ചു. ചാവാതെ കിടക്കണതാണ് അത്ഭുതം. 2 ദിവസമായി ഓരോരുത്തരും മാറി മാറി അവന്റെ ദേഹത്തല്ലേ കൈത്തരപ്പ് തീർത്തത്. റൈറ്റർ അയ്യപ്പൻപിള്ള അമർഷത്തോടെ പറഞ്ഞു. ശ്രീധരാ, അത് തുറന്നൊന്ന് നോക്ക. അവനെന്തു പറ്റിയെന്ന്. ഇവിടെ കിടന്ന് ചത്താൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. നാളെ ജീവനോടെ കോടതിയിൽ എത്തിക്കണ്ടേ? അത് കഴിഞ്ഞ് ചത്തോട്ടെ, നമുക്ക് കൈ കഴുകാലോ. റാസ്കൽ, എന്താടാ കിടന്ന് മൂളുന്നേ? അയ്യോ, എനിക്ക് വയ്യേ. രാജീവൻ ഞരങ്ങി. കാര്യം പറയടാ നായിന്റെ മോനെ. വയറുവേദന സഹിക്കാൻ വയ്യ, ഞാൻ മരിച്ചു പോവും. ചാവ്, നീ ചത്താലെന്താ ജീവിച്ചാലെന്താ? എന്നെ കൊന്നുകള സാറേ, ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാതെ. രാജീവൻ വേദന കൊണ്ട് പുളഞ്ഞു. നിന്നെ കൊന്നിട്ട് വേണം എന്റെ കുടുംബം കുളം തോണ്ടാൻ, അല്ലേടാ കഴിവേറി. എനിക്ക് ആശുപത്രിയിൽ പോകണം, എനിക്ക് തീരെ വയ്യ. അതൊന്നും നടക്കത്തില്ല. നീ ആ ലാട്രിനിൽ പോയി കുറച്ചു നേരം ഇരിക്കുക, വയറുവേദന പോയിക്കൊള്ളും. ഗ്യാസിന്റെ ആടാ. എങ്ങോട്ടെങ്കിലും എന്നെ കൊണ്ടുപോ സാറേ. എഴുന്നേറ്റ് വാടാ. എനിക്ക് എണീക്കാൻ വയ്യ. പോലീസുകാരൻ കൈ നീട്ടി എഴുന്നേൽക്കാൻ സഹായിച്ചു. നിന്നെ തൊട്ടാ നാറുമല്ലോടാ ശവമേ. പോലീസുകാരൻ അവനെ താങ്ങി പിടിച്ച് ലോക്കപ്പിന് പുറത്തേക്ക് നടത്തി. വർഗീസേ, നീയും വാ, ഇവനെ ടോയ്ലറ്റിലൊന്ന് കൊണ്ടുപോകണം. വർഗീസ് എന്ന കോൺസ്റ്റബിളും കൂടെ ചെന്നു. രാജീവന്റെ തല നെഞ്ചിലേക്ക് കനം തൂങ്ങിക്കിടന്നു. അയാൾ വേച്ചു വീഴാൻ പോയപ്പോൾ വർഗീസും ഒരു കൈ താങ്ങി നടക്കാൻ സഹായിച്ചു. സ്റ്റേഷന്റെ മതിൽക്കെട്ടിനുള്ളിൽ പിൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ടോയ്ലറ്റുകളുടെ ഭാഗത്തേക്ക് അവർ നീങ്ങി. രാജീവൻ തല താഴ്ത്തിപ്പിടിച്ച അവസ്ഥയിൽ തന്നെ പരിസര നിരീക്ഷണം നടത്തി. സ്റ്റേഷന്റെ മുൻഭാഗത്താണ് പ്രവേശന കവാടം. 4 ചുറ്റും മതിലുകൾ. മതിലുകൾക്ക് കഷ്ടിച്ച് 6 അടി പൊക്കമേയുള്ളൂ. ചില ഭാഗങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിൽ. മതിലുകളോട് ചേർന്ന് കളകളും ചെടികളും വള്ളികളും പടർന്നു കിടക്കുന്നു. മതിൽക്കെട്ടിനപ്പുറത്ത് കുറ്റിക്കാട്, താഴെ റോഡ്, താഴ്വരയിൽ തേയിലത്തോട്ടം. കേറിപ്പോടാ, വേഗം ഇറങ്ങിക്കൊള്ളണം. ടോയ്ലറ്റിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ട് വർഗീസ് പറഞ്ഞു. രാജീവൻ അകത്ത് കയറി. വെളിച്ചമില്ല അകത്ത്. സാറേ, വെട്ടമില്ല. കക്കൂസിലെ ഫ്ലഡ് ലൈറ്റ് വേണോടാ നിനക്ക്? വർഗീസ് അമറി. ടോയ്ലറ്റിന്റെ വാതിലിനരികിൽ വർഗീസ് ശ്രീധരനും നിന്നു. പോലീസുകാരുടെ ഓരോ ഗതികേട്. ഇവന്റെയൊക്കെ അമേത്യത്തിനും കാട്ടു നിൽക്കണം. വർഗീസ് പിറുപിറുത്തു. അയാൾ ബീഡിക്കൂടെടുത്ത് അതിൽ നിന്ന് ഒരു ബീഡി എടുത്ത് ചുണ്ടിൽ വെച്ചു. ഒരെണ്ണം ശ്രീധരന് കൊടുത്തു. തീപ്പെട്ടിയുരിച്ച് 2 പേരും ബീഡി കൊളുത്തി. രാജീവൻ എഴുന്നേറ്റ് നിന്ന് കതകിന്റെ മുകളിലുള്ള വിടവിലൂടെ പുറത്തേക്ക് നോക്കി. കോൺസ്റ്റബിൾമാർ 2 പേരും പുറംതിരിഞ്ഞ് ബീഡി വലിക്കുകയാണ്. സ്റ്റേഷന് മുമ്പിൽ ഡിപ്പാർട്ട്മെന്റ് വക വാഹനങ്ങളൊന്നും കിടപ്പില്ലെന്നത് രാജീവൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. പവർ കട്ടിന്റെ സമയം അടുത്തു വരികയാണ്. ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. രാജീവൻ കരുതി നിന്നു. ഏതാനും തവണ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്ത് കാലുകളെ സജ്ജമാക്കി. കൈകൾ മടക്കുകയും നിവർക്കുകയും ചെയ്തു. പല തവണ ശ്വാസം വലിച്ചു വിട്ടു. പൊടുന്നനെ ലൈറ്റുകൾ അണഞ്ഞു. രാജീവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയതും ഒപ്പം കഴിഞ്ഞു. 8 or 10 ചൂടിനുള്ളിൽ അവൻ മതിലിനരികിലെത്തി. വോളിബോൾ കളിക്കാരനായ രാജീവിന് 6 അടി പൊക്കമുള്ള മതിൽ ഒരു പ്രശ്നമേ അല്ലായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നതിന് മുമ്പേ അവൻ മതിൽ ചാടി മറഞ്ഞു കഴിഞ്ഞു. പോലീസുകാർ ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട്. കടന്നു കളഞ്ഞത് ആ നായിന്റെ മോൻ. വർഗീസ് അമറിക്കൊണ്ട് മതിലിന് നേർ കൂടി. പിറകെ ശ്രീധരനും പാഞ്ഞു. വർഗീസ് ഇരുട്ടത്ത് മതിലിൽ ചെന്ന് ഇടിച്ചു നിന്നു. ശ്രീധരൻ വള്ളിപ്പടർപ്പിൽ കാലുടക്കി വീണു. അവിടെ നിന്നുകൊണ്ട് അവർ ഒച്ച വെച്ചു. ടോർച്ചും മെഴുകുതിരികളും തീപ്പെട്ടികളും ഒക്കെയായി പോലീസുകാർ ഓടി വന്നു. ആ കഴിവേറി ചാടിപ്പോയി. രാജീവൻ. ശ്രീധരൻ അട്ടഹസിച്ചു. പോലീസ് പട ഇളകി. അവർ 4 പാടും ചിതറി. താഴെ ടൗണിലെത്തിയ അവർ ടാക്സി പിടിച്ച് നാനാഭാഗത്തേക്കും പാഞ്ഞു. സെർച്ച് ലൈറ്റുകൾ ഉടനെ എത്തി.
കുറെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി അവർ കുറ്റിക്കാട്ടിലേക്ക് നീങ്ങി. ഇതിലെയാ അവൻ ചാടിപ്പോയത്. സെർച്ച് ലൈറ്റുകളുമായി പോലീസുകാർ കുറ്റിക്കാട്ടിലൂടെ രാജീവിനെ തെരഞ്ഞു പാഞ്ഞു. വെടികൊണ്ട കാട്ടുപന്നിയെപ്പോലെ കുറ്റിക്കാട്ടിലൂടെ കുതിറിപ്പായുകയായിരുന്നു രാജീവൻ, സർവശക്തിയും കാലുകളിൽ സംഭരിച്ചുകൊണ്ട്. ഓട്ടത്തിനിടയിൽ കല്ലിൽ കാലിടിച്ചും മരങ്ങളിൽ തട്ടിയും എവിടെയൊക്കെയോ അവൻ മറിഞ്ഞു വീണു. നാളെ വീണ്ടും തുടരും.